വ്യോമസേനയ്ക്ക് വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ തീരുമാനം. 97 തേജസ് മാർക്ക് 1A യുദ്ധവിമാനങ്ങളാണ് വാങ്ങുക. ഇതിനായി 62,000 കോടിയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ വാങ്ങുക. ഇതിനായുള്ള കരാർ ഉടൻ ഒപ്പിടും. കാലപ്പഴക്കം ചെന്ന MiG-21 യുദ്ധവിമാനങ്ങൾ സേനയിൽ നിന്ന് ഒഴിവാക്കാനൊരുങ്ങുകയാണ്. ഇതിനു പകരമാണ് തേജസ് വിമാനങ്ങൾ എത്തുക. 97 വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ വരുന്നതോടെ തദ്ദേശീയ വിമാന നിർമ്മാണത്തിലൂടെ രാജ്യത്തെ ചെറുകിട സംരംഭങ്ങൾക്കും വലിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുക. ഇതിനു മുമ്പ് 40 തേജസ് വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് കൈമാറിയിരുന്നു. ഇതിനപേക്ഷിച്ച് മാർക്ക് 1 പതിപ്പ് സാങ്കേതികമായി കൂടുതൽ മികച്ചവയാണ്. മെച്ചപ്പെട്ട ഏവിയോണിക്സ്, റഡാർ എന്നിവയാണ് തേജസ് മാർക്ക് 1A പ്രത്യേകതകൾ. ഇതിനു പുറമെ വിമാനത്തിന്റെ 65% തദ്ദേശീയമായി നിർമ്മിച്ച ഘടകങ്ങളാണ്. തേജസിന്റെ മാർക്ക് 2 പതിപ്പിന്റെ വികസനം അന്തിമഘട്ടത്തിലാണ്. തേജസ് മാർക്ക് 2വിന്റെ 200 യൂണിറ്റുകൾ വ്യോമസേന വാങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു പുറമെ നിലവിൽ പ്രോട്ടോടൈപ്പ് ഘട്ടത്തിലുള്ള AMCA ഉൽപാദനം തുടങ്ങിയാൽ 200 വിമാനങ്ങൾ വ്യോമസേന വാങ്ങിയേക്കും.